ഹലോ എവ്രിവാൻ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിലും ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങളെപ്പറ്റി പറയാൻ തന്നെ ആയിരിക്കും. അതായത് ടോക്ക് അബൌട്ട് യുവർ സെൽഫ്, നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ആദ്യത്തെ ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ 1 മിനിറ്റ് മുതൽ ഒരു 2 മിനിറ്റ് വരെ ഉള്ളൊരു ടൈമിൻ്റെ അകത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തിരിക്കണം. ആദ്യം തന്നെ നമ്മൾ ടൈം നോക്കാം. നമ്മുടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേര് പറയാം. ആദ്യം അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്ത പൊസിഷൻ, അതിലെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റ് സ്കിപ്പ് ചെയ്തിട്ട് ഗ്രീറ്റിങ്ങും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പേരും പറഞ്ഞ് നേരെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് ഒരു ടീച്ചിങ് ജോബ് റിലേറ്റഡ് ആണെങ്കിൽ അതിൽ നമുക്കുള്ളൊരു സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയാം. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബാണെങ്കിൽ ചിലപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് നമുക്കൊരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടാവാം നമുക്ക് മാനേജ്മെൻറ്റിൽ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഈ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പോയിന്റ് സ്കിപ്പ് ചെയ്തിട്ട് പേര് പറഞ്ഞ് അതിനുശേഷം എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയാം. അതിനുശേഷം നമുക്കുള്ള സ്കിൽസിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആദ്യം എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സ്കിൽസ് പറയാം. എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മുടെ സ്കിൽസ് മാത്രം പറയാം. അതായത് ചിലപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടാവും, നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവും, നല്ല ലിസണിങ് സ്കിൽസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽസിനെ കുറിച്ച് നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും നല്ലൊരു സ്കില്ല് ക്ലാസ് മാനേജ് ചെയ്യാനുള്ളൊരു സ്കില്ലാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് മാനേജ്മെൻറ്റ് സ്കിൽസിനെ കുറിച്ച് പറയാം. അതിൻ്റെ കൂടെ തന്നെ വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതുപോലെ നമ്മളൊരു ഫാസ്റ്റ് ലേണറാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റൊരു കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജോലിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടെന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെ പാഷനേറ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് നമ്മുടെ കരിയർ ഗ്രോത്ത് നമ്മൾ ഉദ്ദേശിച്ചിട്ട് വന്നിട്ടുള്ള കാര്യമായിരിക്കും. ആ കമ്പനിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പനിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്ന് പറയാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ പോയിന്റിൽ നമുക്ക് നമ്മുടെ കരിയർ ഗോളും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈവൻ ഇഫ് യു ആർ എ ഫ്രഷർ, നമ്മൾ ഫ്രഷർ ആണെങ്കിൽ പോലും നമുക്ക് ഇൻ ഫ്യൂച്ചർ ഇങ്ങനെ ആവാനാണ് ആഗ്രഹം. പിന്നെ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻസ് ഫോർ മൈ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എപ്പോഴും നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പാരഗ്രാഫ് നമ്മൾ എഴുതി പഠിച്ചിട്ട് തന്നെ പോകുക. എന്നാലേ നമുക്കൊരു തപ്പിപ്പെടുത്തില്ലാണ്ടൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ആ കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയുക. അപ്പോൾ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് നമ്മുടെ കരിയറിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായി തന്നെ കണ്ട് നമ്മൾ വെൽ പ്രിപ്പയർഡായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.